2009 ജനുവരിയിലെ ഒരു തണുത്ത പ്രഭാതത്തിൽ US എയർവേസ് ഫ്ലൈറ്റ് 1549 ന്യൂയോർക്കിലെ ലാഗ്വാർഡിയ വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്നു. നോർത്ത് കാരോലിനയിലെ ഷാർലറ്റിലേക്കുള്ള ഒരു സാധാരണ യാത്രയായിരുന്നു അത്. നിമിഷങ്ങൾക്കുള്ളിൽ തങ്ങളുടെ ജീവിതം എന്നേക്കുമായി മാറുമെന്ന് അറിയാതെ യാത്രക്കാർ ചിരിച്ചും സംസാരിച്ചും സീറ്റുകളിൽ ആശ്വാസത്തോടെ ഇരുന്നു. പറന്നുയർന്ന ചില മിനിറ്റുകൾക്കകം വിമാനത്തിന് ഒരു ദുരന്തം സംഭവിച്ചു. വലിയ വാത്തകളുടെ ഒരു കൂട്ടം 2 എഞ്ചിനുകളിലും ഇടിച്ചു. കനത്തൊരു ശബ്ദം, പിന്നെ മരവിപ്പിക്കുന്ന നിശബ്ദത. 2 എഞ്ചിനുകളും നിലച്ചു. വിമാനത്തിൻ്റെ ഉയരം കുറയാൻ തുടങ്ങി. കോക്പിറ്റിൽ ക്യാപ്റ്റൻ ചെസ്ലി സല്ലൻബർഗറിനും ഫസ്റ്റ് ഓഫീസർ ജെഫ് സ്കൈൽസിനും ജീവൻ മരണ തീരുമാനങ്ങൾ എടുക്കാൻ വെറും സെക്കൻഡുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. എയർ ട്രാഫിക് കൺട്രോൾ അടുത്ത വിമാനത്താവളങ്ങളിൽ ഇറങ്ങാൻ നിർദ്ദേശിച്ചെങ്കിലും അത് അസാധ്യമാണെന്ന് സല്ലി തിരിച്ചറിഞ്ഞു. അദ്ദേഹം ശാന്തമായി പറഞ്ഞു, "We're gonna be in the Hudson. ഞങ്ങൾ ഹഡ്സൺ നദിയിലാണ് ഇറങ്ങുക." താഴെയായി മാൻഹാറ്റനും ന്യൂജേഴ്സിയും ഇടയിലായി വ്യാപിച്ചു കിടക്കുന്ന മഞ്ഞുമൂടിയ ഹഡ്സൺ നദി. അതിലിറങ്ങുക, അതായിരുന്നു ഏക വഴി. സംഭവത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയ യാത്രക്കാരിൽ ചിലർ പ്രാർത്ഥിച്ചു, ചിലർ കൈകൾ ചേർത്ത് പിടിച്ചു. വർഷങ്ങളുടെ പറക്കൽ പരിചയവും മനോധൈര്യവും കൈവശമാക്കിയ സല്ലി ശക്തിയില്ലാത്ത വിമാനത്തെ നദിയിലേക്ക് തിരിച്ചു. വിമാനം നദിയിലേക്ക് ഇടിച്ചു ഇറങ്ങി. വലിയ തോതിൽ വെള്ളം മുകളിലേക്ക് തെറിച്ചു. വിമാനം നദിയിൽ തെന്നി നീങ്ങി അവസാനം നിന്നു. വിമാനത്തിനകത്ത് എല്ലാവരും ഞെട്ടലിലായിരുന്നു. അവർ ജീവനോട് രക്ഷപ്പെട്ടുവെന്ന തിരിച്ചറിവ് വലിയൊരാശ്വാസമായിരുന്നു. വെള്ളം അകത്തേക്ക് കയറി തുടങ്ങിയപ്പോൾ ജീവനക്കാരും യാത്രക്കാരും ചേർന്ന് പ്രവർത്തിച്ച് എല്ലാവരെയും വിമാനത്തിൻ്റെ ചിറകിലേക്ക് എത്തിച്ചു. തണുത്ത വായുവിൽ വിറച്ചു നിന്ന അവരെ മിനിറ്റുകൾക്കകം ഷിപ്പുകളും പോലീസ് ബോട്ടുകളും രക്ഷാസേനയും എത്തി സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി. വിമാനത്തിലെ 155 പേരും ജീവനോടെ രക്ഷപ്പെട്ടു. ലോകം അതിനെ ഹഡ്സണിലെ അത്ഭുതം എന്ന് വിശേഷിപ്പിച്ചെങ്കിലും സല്ലിയുടെ വാക്കുകളിൽ അത് വെറും അത്ഭുതമല്ല, അത് പരിചയസമ്പത്ത്, ഐക്യത്തിൻ്റെ ശക്തി, ഏത് സാഹചര്യത്തിലും ശാന്തത കൈവിടാത്ത മനസ്സ് എന്നിവയുടെ വിജയമായിരുന്നു. ആ ദിവസം ശക്തമായൊരു കാര്യം തെളിഞ്ഞു. എല്ലാം നഷ്ടമായെന്ന് തോന്നിയാലും ആത്മവിശ്വാസത്തോടെയുള്ള ചിന്തയ്ക്കും ധൈര്യത്തിനും ഐക്യത്തിനും ദുരന്തത്തെ പോലും പ്രതീക്ഷയാക്കി മാറ്റാൻ കഴിയും.